അപ്പോൾ അത് ഏൽപ്പിക്കലും ഇങ്ങനൊരു സൈലന്റ് ആയിട്ട് വന്ന് കപ്പടിക്കാനുള്ള പരിപാടി. സൈലന്റ് അങ്ങനെയല്ല, ഞങ്ങൾ ആ സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ രീതികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കണ്ടപ്പോൾ ഇതിങ്ങനെ പറയണം എന്ന് തോന്നി, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നി, ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണം എന്ന് തോന്നി, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കിക്ക് കിട്ടി. ഞാനിതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. എനിവേ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന ലാലേട്ടൻ മുതൽ തുടങ്ങും ആഘോഷം. അതെ ആ ഒരു ഫാൻ ബോയ് ക്രിയേറ്റ് എങ്ങനെയായിരുന്നു എൻജോയ്മെന്റ്? ഇല്ല, അത് അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഒരു കഥ പറച്ചിൽ ആഗ്രഹിച്ചു. പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയ നൂതനമായ ടെക്നോളജികളുണ്ട്, AI ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ, സാറിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ വെച്ചിട്ടൊരു വലിയൊരു എഫേർട്ടായിരുന്നു. ലാലേട്ടൻ എന്താ പറഞ്ഞു? ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പം വിളിച്ചു. രാവിലെ വിളിച്ചിരുന്നത് ഇപ്പം വീഡിയോ കോൾ ചെയ്തു. സോ ഹാപ്പിയാണ്. ഓഡിയൻസ് കുറച്ചുപേര് അറിയില്ല, എനിക്ക് മെസ്സേജുകൾ വരുന്നത് മാത്രമേ അറിയാവുള്ളൂ. കിരീടം പോലെ ഭയങ്കര ഇമോഷണലി ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പേഴ്സണലി ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ? നല്ല സിനിമ ആയിരിക്കും എന്നൊരു തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയായിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അറിയായിരുന്നു. പിന്നെ റിസൾട്ട് വൈസ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം. ഇനി ബാക്കി പുറത്തുനിന്നൊക്കെ വന്ന് കൂടുതൽ വരുന്നത് വന്നാലേ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പരിചയക്കാർ, സ്വന്തക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്ക്. ഇനി ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. എസ്പെഷ്യലി നമ്മൾ ലാലേട്ടനുമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. പിന്നെ വളരെ ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്, ക്യാരക്ടർ ഷെയ്ഡ്സും. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ അവതരിപ്പിക്കുന്നതിൽ? തീർച്ചയായിട്ടും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ ക്യാരക്ടറിന് നല്ലൊരു ഡെപ്ത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് ട്രൂലി എക്സൈറ്റിംഗ്. എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ശോഭന മാമിൻ്റെ കൂടെയായിരുന്നു എടുത്തിരുന്നത്. ആൻഡ് ഐ വാസ് ടെൻസ് ദാറ്റ് ടൈം. ഞാൻ കുറച്ചുകൂടി പേടിച്ചു പോയി, കാരണം കുറച്ച് ഷോട്ട് എടുക്കേണ്ടി വന്നു. പക്ഷെ മാമിനെ ഹഗ് ചെയ്ത് പറഞ്ഞു അമ്മയായിട്ട് കണ്ടാൽ മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നല്ലോണം കംഫർട്ടബിൾ ആക്കി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിയാണ്, എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ എക്സൈറ്റ്മെന്റ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എല്ലാവരും ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ടും അതിലത്തെ ശേഷം ലാലേട്ടൻ മാസ് കാണാൻ പറ്റിയാണ്. അത് നിങ്ങൾ പടം അടിപൊളി കണ്ടു. എല്ലാവരും കണ്ടോ? പിന്നെ എന്നാ കാണും. മൊത്തത്തിൽ വളരെ സന്തോഷം. എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഇങ്ങനത്തെ ഒരു സിനിമയല്ല എല്ലാവരും കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്നതിൽ സൂപ്പർ. തരുമൂർത്തി സാർ സിനിമ സിമ്പിളായിട്ടൊരു ഫാമിലി സ്റ്റോറി പറയുന്നു എന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ കാണാൻ വന്നത്. പക്ഷേ ഇങ്ങനെ ആയിരിക്കും ഒട്ടും പ്രതീക്ഷയില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. തുടരും സിനിമയിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയേ. ലാലേട്ടൻ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉണ്ട്. ഒടിയൻ സിനിമയിലൊക്കെ കഞ്ഞി വേണമെന്ന് ചോദിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതല്ല ഇതിലേക്ക് കോമഡി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിടിലം പടമാണ്. തിയേറ്റർ വാച്ചിൽ കാണുന്ന സിനിമയാണ്, ഗ്യാരണ്ടി. ഉറപ്പായിട്ടും ഒന്ന് കണ്ടോ. ഇപ്പോൾ തരുണും ഉള്ള യാത്ര ഇനിയും തുടരുകയാണല്ലോ. അപ്പോൾ ആസിഫിനിപ്പോൾ അടുത്ത ചിത്രം കാസ്റ്റ് ആകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എഴുതുന്നു, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തരുൺ ഡയറക്റ്റ് ചെയ്യുന്നു. അത്രയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. തുടരും. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ അത് ഞാൻ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫായിട്ട് വന്നതാണ്. അപ്പോഴായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂളിൻ്റെ സമയത്താണ് നിഷാദിക്കാൻ നമ്മൾ വിട്ടു. ആ സമയത്ത് കരിഞ്ചേട്ടനും എൻ സാറും കൂടി എന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് ഭരതനാട്യം എന്നുള്ള സിനിമയാണ്. അവരെനിക്ക് തന്നത് എന്താണെന്നുള്ളത് ഞാൻ 13 വർഷമായിട്ട് കാത്തിരുന്ന സ്വപ്നമാണ്. എനിക്ക് കിട്ടിയ അവസരം ഞാൻ എൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കിട്ടിയെന്നൊരു പ്രതീക്ഷയിലാണ്. കരിഞ്ചേട്ടനും എൻ സാറും എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അതെ, ഇവൻ അഭിനയിച്ചിട്ടുണ്ട്. പാട്ടിലുള്ളത് ഇവനാണ്. ലാസാർ എടുത്തുകൊണ്ട് നടക്കുന്നതും പോസ്റ്ററിലുള്ളതെല്ലാം ഇവനാണ്. പേര് പറ. പടം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചേ? എല്ലാവർക്കും ഇഷ്ടമായോ?
ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നമുക്ക് ലാലേട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഒരു ആരാധിക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർ എന്താണ് ലാലേട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതെല്ലാം ഉള്ളൊരു സിനിമയാണ്. ഐസൻസുകളെല്ലാം ഉണ്ട്. അതായത് ലാലേട്ടൻ ആരാധകരെയും മലയാള സിനിമ ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിരിക്കുന്നത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്നത്. അതുപോലെ ജേക്സ് ബിജോയുടെ BGM ഒരു സിനിമ അത് ഇമോഷണൽ സ്ഥലത്ത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മാസ സ്ഥലത്ത് അതിനെ എലിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുള്ള അതിഗംഭീരമായ സൗണ്ട് ഡിസൈനാണ് ഈ സിനിമയുടെ വന്നിരിക്കുന്നത്. ലാലേട്ടനെ നമ്മൾ എങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാം ഉള്ള ലാലേട്ടനാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയും. അത്രയ്ക്കും പക്ക ഫാമിലി മൂവിയാണ്. സ്റ്റാർട്ടിങ് നമുക്ക് കുറേ സിനിമയുടെ പുള്ളിയുടെ തന്നെ പല സിനിമയുടെ റെഫറൻസ് കോമ്പോ അല്ലെങ്കിൽ സെറ്റാണ്. അത് ആവശ്യത്തിന് ഉപയോഗിച്ചപ്പോൾ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ് മാച്ച് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിരുന്നു. ഡൺ ഇറ്റ്. കാരണം അത്ര അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ജസ്റ്റേഴ്സ് നമുക്ക് പണ്ട് മിസ് ചെയ്തിരുന്നതാണ്. അത് ഇമോഷണലി ആയാലും ഒരു തമാശ സീനിലാവുമ്പോഴായാലും സെൻറ്റി സീനിലായാലും മാ സീനിലായാലും സെക്കൻഡ് ഹാഫ് തുറന്നതോറും പടത്തിൻ്റെ ആ ഒരു റേഞ്ചേ മാറും.